ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1 മണിക്കൂർ ശേഷം വെച്ച് ഗ്ലാസ്സിനകത്ത് ഒഴിച്ചത് പോലത്തെ ഒരു ഫീലാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. തല കണ്ടോ, വാല് കണ്ടോ, വീട്ടിൽ കൊണ്ടു പാത്രം കഴുകാനാ കഴിക്കുന്നത് അല്ലേ? കൊള്ളാം കേട്ടോ, നല്ല അമ്മേനെ കെട്ടി നാക്കുള്ള ഒരു ജീവി ആദ്യമായിട്ടാണ് കാണുന്നത്. പേടിക്കണ്ട, ആര് പേടിക്കണ്ടതാ. ഇതെന്താ സംഭവം? എന്റെ തല ഇന്ന അവിടെ ഉണ്ട്. ഏട്ടന്റെ മാല കടിച്ച്. ഹലോ എവ്രി വൺ, വെൽക്കം യു ഓൾ ടു മൃദ്വ വ്ലോഗ്സ്. മൃദ്വ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി ഫാം ഹൗസിലേക്ക് ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഫാം ഹൗസ് ആണ് ട്രിവാൻഡ്രത്തെ പള്ളിച്ചിലുള്ള പോപ്പുലർ ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ പെറ്റ്സ് എല്ലാം വളരെ ടൈംഡ് ആയിട്ടുള്ള പെറ്റ്സ് ആണ്. അപ്പോൾ അവരെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു. അതോടുകൂടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ധനുവിനും യാമിക്കും ഈ പെറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, അല്ലേ ഏട്ടാ? വീട്ടിൽ അത് കാരണം കുറച്ച് കിളികളും പിന്നെ കോഴിയും ഒക്കെ തന്നെ ഉണ്ട് വീട്ടിൽ. അപ്പൊ രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ്. അപ്പൊ സ്വാഭാവികമായി ധനുവിന് ആ ഒരു ഇഷ്ടം വന്നത് എന്നിൽ നിന്നാണ്. കാര്യം എനിക്ക് കുഞ്ഞിലെ മുതലേ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മ വീട്ടില് പെറ്റ്സിനെ വളർത്താൻ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് വീട് ചെറുതാണ്, അപ്പം അലമ്പാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എന്നിട്ടും അമ്മയുടെ ആ ഒരു റെസ്ട്രിക്ഷൻ മറികടന്ന് ഞാൻ ചെറിയ മറ്റേ ലവ് ബേർഡ്സിനെയൊക്കെ വാങ്ങിച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ഇല്ലാത്ത സമയത്തൊക്കെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ ഷൂട്ടുള്ള സമയത്തൊക്കെ കുറച്ച് പെറ്റ്സിനെയൊക്കെ മേടിച്ച് നോക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ ഇറങ്ങുന്നതിന് മുന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ ട്രിവാൻഡ്രത്തെ പട്ടത്ത് തലപ്പക്കട്ട് ബിരിയാണിയിൽ വന്ന് ആഹാരം കഴിക്കണത്. കാരണം 3 നിലയുണ്ട്. ഈ 3 നിലയിലും നമ്മൾ ഈ ബിരിയാണി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇത്. അതെ, ഞാനും ഇത് തലപ്പാക്കിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പൊ ഇവരുടെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാ വെറൈറ്റീസ്, ഫിഷിന്റെ ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, പിന്നെ കുറെ ഉണ്ട്. ആക്ച്വലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് പ്രൊമോഷൻ ആണ്. ഒരിക്കലും ഇത് പ്രൊമോഷൻ അല്ല ഗൈസ്. ബീഫ് കണ്ടിട്ടില്ല, ബീഫില്ല. മട്ടൺ, ചിക്കൻ, ഫിഷ്, വെജ്, ഇത്രയും സംഭവങ്ങളുടെ എല്ലാം ഭയങ്കര വെറൈറ്റി ഡിഷസ് ആണുള്ളത്. അപ്പൊ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് വയറൊക്കെ ഒന്ന് ഫുൾ ആക്കിയിട്ട് നേരെ ഫാം ഹൗസിലേക്ക് പോകാമെന്ന് വിചാരിക്കണം. അപ്പൊ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഫിഷിന്റെ തവ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴിച്ചത് മട്ടൺ സൂപ്പ്, ആദ്യം കഴിച്ചത് അതൊരു നോർമൽ മട്ടൺ സൂപ്പാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ടേസ്റ്റ്. അങ്ങനെ മട്ടൺ ബിരിയാണി വന്നിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ബോൺലെസ് ആയിട്ടുള്ള പീസാണ്. ബോൺലെസ് പീസാണ്. ആക്ച്വലി ബോൺലെസ് പീസാണ് ഇഷ്ടം. അല്ല, ബോൺലെസ് പീസാണ്. കൊള്ളാം. ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. മട്ടൺ ബിരിയാണിയിൽ നേരത്തെ എല്ലില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നു കേട്ടോ. ചെറിയ എല്ലൊക്കെ ഉണ്ടായിരുന്നു പീസിനകത്ത്. പിന്നെ അതെ നമ്മളിപ്പോ ഓർഡർ ചെയ്തേക്കുന്നത് തലപ്പാക്കിട്ട് ജിഗർദണ്ഡ ജ്യൂസാണ്. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1 മണിക്കൂർ ശേഷം വെച്ച് ഗ്ലാസ്സിനകത്ത് ഒഴിച്ചത് പോലത്തെ ഒരു ഫീലാണ്. പക്ഷെ കസ്കസൊക്കെ ഇട്ട് ബദാമൊക്കെ ഇട്ട് സംഭവം കൊള്ളാം അല്ലേ? കസ്കസല്ല, ഒരു സാധനമുണ്ട്
നമുക്ക് ഇങ്ങനെ ചവയ്ക്കാനായിട്ട് കിട്ടും. ആ നല്ല ടേസ്റ്റ്. പൊടിയരിയാ. പൊടിയരി കഞ്ഞിയുടെ പുറത്ത് ഐസ്ക്രീം ഒഴിച്ചതുപോലെയാണ് അമ്മ പറയണത്. കൊള്ളാം, സാധനം കൊള്ളാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവരുടെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു മസാല മിക്സിന്റെ ആണ്. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ആ ഒരു നെയ്യിന്റെ ഒക്കെ സംഭവം. പിന്നെ അരി എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞരിയാണ്, തരിതരാന്നിരിക്കുന്ന അരി. പിന്നെ മട്ടൺ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ്. ഇതൊക്കെയാണ് തലപ്പാക്കറ്റ് ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഫാം ഹൗസിലേക്ക് പോവാണ്. അപ്പൊ ഇനി അവിടെ വെച്ച് കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ പോപ്പുലർ ഫാം ഹൗസിൽ എത്തിയിരിക്കുകയാണ്. വന്ന് കയറിയത് ഇവിടെ ടിക്കറ്റ് എടുത്തു. ആൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ വന്നപ്പോൾ തന്നെ മീനിൻ്റെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. നോക്ക്, ആലിഗേറ്റർ ഫിഷ് അല്ലേ? ഗാറ. ആ ധനു തൊട്ട് നോക്കിയേ, ചീങ്കണ്ണി മീൻ. അയ്യോ, യാമി തൊട്ടേ. ആ ഇതല്ലേ, ഓക്കെ. തിരിച്ച് നമുക്ക് അതിനുള്ള ആൻസർ വരും. കളർ വരുമ്പോൾ റെയിൻബോ ഓസ്ട്രേലിയക്കാരാണ്. ഓ, ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള ഒരു റെയിൻബോ പക്ഷിയാണ്. ഇവർക്ക് ഈ ടങ്കിന്റെ അത് ചെറിയ നീഡില് പോലെ വരും. നമ്മൾ ഈ തേനും കാര്യങ്ങളൊക്കെ സക്ക് ചെയ്ത് കുടിക്കുന്നത്. ഓ, ഓക്കെ ഓക്കെ. ഇത് ഗോൾഡ് ആൻഡ് പെസന്റ് അത്. ഇത് സുനാമി, ഭൂകമ്പം, മണ്ണിടിച്ചിൽ സിക്സ്ത് സെൻസ് കൂടാനുള്ള ഒരു കോഴിയാണ്. മുന്നേ അറിയാൻ പറ്റും. ഒരു അലേർട്ടായി നല്ല ബഹളമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരു പ്രോബ്ലം വരായിരിക്കും. ഓക്കെ, ഭൂകമ്പമൊക്കെ വരുന്നതിന് മുന്നേ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. എവിടെ എവിടെ ഇവൻ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. റോയൽ ബോൾ പൈത്തൻ എന്ന് പറയും. ശരിക്കും സൗത്ത് ആഫ്രിക്കൻ റോയൽ ബോൾ പൈത്തൻ. ഇപ്പൊ ചുരുണ്ട് കിടക്കല്ലേ ബോൾ പൈത്തൻ എന്ന് വിളിക്കാൻ കാര്യം ഒരു ബോൾ പോലെ. കൊളംബിയൻ റെറ്റൈൽ ബോവ എന്ന് പറയും. ബോവ കൺസ്റ്റേറ്റർ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേക്ക് വെറൈറ്റി. ഇവരുടെ ഒറിജിൻ വരുമ്പോൾ കൊളംബിയയാണ്. ഫുൾ ഗ്രോത്ത് വരുമ്പോൾ ഒരു 13 അടി പറയും. ഓക്കെ, ഓ നൈസ്. ഏട്ടാ തൊട്ട് നോക്കുന്നോ? അതായത് റയറായിട്ടുള്ള കൈ ഇങ്ങനെ വെച്ച് ഇവരെ കൺസിസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം ഇവരിങ്ങനെ ചുറ്റിയിരിക്കും, കൺസിസ്റ്റ് ചെയ്തിരിക്കും. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. തൊട്ട് നോക്കട്ടെ. അതിന് എടുത്തോ, വീഡിയോ എടുത്തോ. കിഴാന്നിരിക്കുന്നു, വെള്ളത്തിലാണ് എപ്പോഴും. അത് വെള്ളത്തിൽ വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടോ, ഇവരെ ദേഹത്ത് ആൾക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ മോയ്സ്ചർ കണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വാട്ടറിൽ ഇടുന്നത്. ഓരോ ഫ്രൈ ആയിരിക്കും. അതെ, ഒന്ന് തൊട്ട് നോക്കിയേ. ധനുവിനെ കാണിച്ചു കൊടുക്കാം. അമ്മു തൊട്ടതാ. കയ്യിലെന്താ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടെന്ന് തൊട്ട് നോക്കിയേ. സൂപ്പർ. ഒന്ന് ടച്ച് ചെയ്താ മതി. വാ വാ വാ. അമ്മ നല്ല പിക്ക് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പാവമാണ് ഇത്. കുഞ്ഞു മാവയാണേ. ഫുൾ ഗ്രോത്ത് വരുമ്പോൾ ഒരു 13 അടിയോളം. ഓക്കെ, നല്ല സൈസും വരുന്നതാണ്. തല കണ്ടോ, വാല് കണ്ടോ, സ്നേക്ക് മീൻസ് ചേരയുടെ ഒരു കാറ്റഗറീസിൽ വരുന്നതാണ് ടീ സ്നേക്ക് എന്ന് പറയുന്നത്. ഒറിജിൻ വരുമ്പോൾ മെക്സിക്കോയാണ്. ചേരയുടെ സൈസ് 8 ഫീറ്റ് ഒക്കെ വരും. മറ്റേനെ തൊട്ടാണ് ഇതിന്റെ സ്കിൻ. തൊട്ടോക്കമ്മ, തൊട്ടോക്ക്. ഇതെന്താ? ബ്ലാക്ക് സ്നേക്ക്.
നൈസ് അല്ലേ? റബ്ബർ ഒക്കെ തൊടണ പോലെ ഒരു ഈ റബ്ബർ ഉണ്ടോ? അച്ഛോ അതെടുക്കുന്ന ഫോട്ടോ ഡിഫറെന്റ് കൺട്രീസിലെ സൈറ്റസ് ലിസ്റ്റിൽ വരാത്ത സാധനങ്ങൾ. അങ്ങനെയല്ല, സ്നേക്ക് പൊതുവെ ബ്ലൈൻഡ് അവർക്ക് ചെറിയൊരു വിഷ്വലേ കാണുള്ളൂ. അത് മാത്രമല്ല ടങ്ക് വെച്ചൊക്കെയാണ് ഒരു സെൻസ് ചെയ്യും വൈബ്രേഷൻസ്. നമ്മൾ ദിവസം എടുത്ത് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ടൈമായി നോക്കാതെ ആരെങ്കിലും ബോർഡിൽ നോക്കാതെ ആർക്കെങ്കിലും ഇതിന്റെ പേര് പറയാൻ പറ്റുമോ? അതിന്റെ പേര് എഴുതി വെച്ചിട്ട് നോക്കാതെ പറയാം. പേര് നോക്കാതെ പറയാൻ അനാക്കൊണ്ട 6 months old ഒരു ബേബിയാണ്. ഒരു ബേബിയാണ്. കൈ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കടി, അതുകൊണ്ടാണ് ഞാൻ കൈ തരാം. നല്ല അഗ്രഷൻ ആണ് അനാക്കൊണ്ടാസിന്. കടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കയ്യിൽ മേടിക്കാത്തത്. അതെന്റെ പേര് അനാക്കൊണ്ട പറഞ്ഞേ. അതിനകത്തുണ്ട്. ഞാൻ അനാക്കൊണ്ട ടച്ച് ചെയ്യാൻ പോവാണ്. സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അനാക്കൊണ്ട. അടിപൊളി. ഇങ്ങനെ ക്ലൈംബ് ചെയ്തിരിക്കും. എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള അതിന്റെ ഇരകൾ പോകുമ്പോ അവരെ ഹണ്ട് ചെയ്ത് പിടിച്ച് കഴിക്കുന്നതാണ് ഇവരുടെ ഹോബി. വലിയ ശല്യമില്ലാന്ന്. ഇതിന്റെ പേര് വരുമ്പോ ബിയേർഡ് ഡ്രാഗൺ എന്ന് പറയും. താടിയുള്ള ഡ്രാഗൺ. ഇത് ഫീമെയിൽ ആണ്. ഫീമെയിൽ ആയതുകൊണ്ടാണ് അവർക്ക് താടിയില്ലാത്ത. ഇവരെ മറ്റ് ജീവികളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഇവരെ താടിയിലെ ഡ്യുവൽ എന്ന് പറയും. ആ സാധനം ഇങ്ങനെ വിടർത്തും. ആ സമയത്ത് ബിയേർഡ് പോലെ ഇരിക്കും. ഡ്രാഗൺ എന്ന് വിളിക്കാൻ കാര്യം ഇവരെ നേരത്തെ സ്പൈക്സ് ടച്ച് ചെയ്തോ തന്നെ ടച്ച് ചെയ്തോ തൊട്ടോ അതിനല്ലേ തൊടണം എന്ന് പറഞ്ഞേ. കണ്ടോ ഞാമി തൊട്ടു. നീ തടി തൊട്ടു. വീട്ടിൽ കൊണ്ടു പാത്രം കഴുകാനാ സ്ക്രബ്ബർ ആയിട്ട്. അമ്മ ഇതിനെങ്കിലും തൊടുവാ. അമ്മ ഒരെണ്ണമെങ്കിലും തൊടും. വെജിറ്റബിൾസും കഴിക്കും, ഇൻസെക്ട്സ് കഴിക്കും. അങ്ങനത്തെ ഒരു കാറ്റഗറീസിൽ വരും. ഒരെണ്ണം തൊട്ട് നോക്കമ്മ. എനിക്ക് വേണ്ടി എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പ്ലീസ് വേണ്ടെന്ന് പറയല്ലേ. ആള് തൊലി പൊഴിക്കാറായി. ശ്രദ്ധിക്കുന്ന തൊലി പൊഴിക്കാറായി. അതുകൊണ്ടാണ് കണ്ണ് ആ ഒരു ക്ലൗഡി കളർ. ഇവര് ശരിക്കും പറഞ്ഞ കണ്ണ് നല്ല റെഡ് ഐ ആണ് വരുന്നത്. ആൽബിനോ കിങ് സ്നേക്ക് ബ്രൂക്കർ എന്ന് പറയും. ഇത് ഇന്ത്യയിൽ തന്നെ 3 പീസാണ്. ഇന്ത്യയിൽ 3 ഉള്ളൂ. 3 പീസേ ഉള്ളൂ. ആൽബിനോ കിങ് സ്നേക്ക് തൊഴാലോ. റയർ ഐറ്റം. പായി തൊട്ട പോലെ ഉണ്ട്. പായിലൊക്കെ തൊട്ട പോലെ ഉണ്ട് അല്ലേ ഒരു ടെക്സ്ചർ. നീ എന്നെ ക്ലിയാക്കല്ലേ, ഞാൻ പേടിച്ചു പോണു. അവള് താഴെ നിൽക്കും. സൗത്ത് അമേരിക്കയാണ് ഇവരുടെ ഒറിജിൻ വരുന്നത്. നോൺ വെനമസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫിലിപ്പീൻസ്, തായ്ലൻഡ് കഴിക്കുന്നത് അല്ലേ. ഏകദേശം ഒരു പീസിന് 20,000 രൂപ. എക്സോട്ടിക് പെറ്റ്സിന്റെ ഓരോരുത്തർക്ക് ഗുണം. ചിലവര് കുതിരെ വളർത്തും, പശു കഴിച്ചുള്ള ഗുണം ചിപ്സ് കഴിക്കുന്ന പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസം വീട്ടില് തന്നെ എന്റെ കൈ വന്നിട്ട് ഞാൻ ചാടി ഓടിയത്. കണ്ണടച്ചാണ് കയ്യിൽ മേടിച്ചത്. എന്തോ ഇങ്ങനെ കിരീരാന്ന് പോണത് പോലത്തെ ഒരു ഫീല്. നമ്മൾ കഴിക്കുന്നുണ്ട് ബൂസ്റ്റ് പ്രോട്ടീൻ പൗഡറിന്റെ അകത്തേക്ക് സാധനം. ഓ അത് ഈ വംസ് ആണല്ലേ. കഴിഞ്ഞ ദിവസം പ്രോട്ടീൻ പൗഡർ വരെ ഓർഡർ ചെയ്തതേ ഉള്ളൂ ഏട്ടൻ. നല്ലതല്ലേ?
ഇത് ഹൈ പ്രോട്ടീൻ ആണ്. നമ്മൾ ഓട്സിന്റെ അകത്ത് കൾച്ചർ ചെയ്യുന്നത്. ഓട്സിലുണ്ട്. ഓട്സിൽ കൾച്ചർ ഫുഡായിട്ട് കൊടുക്കും. ആഹാ, ഒരു ഓക്കെ. പീസ് 20 രൂപയ്ക്ക് ഓ, അത് ശരി. ഹൈ പ്രോട്ടീൻ ആണ്. ഓക്കെ. വേണ്ട, നേരത്തെ വാങ്ങിച്ചു. അതിന്റെ പേരൊക്കെ നല്ല രീതിക്ക് ചുട്ട് ഈ കപ്പലണ്ടി ബ്രസീലിയൻ ടാറാന്റുല സ്പൈഡർ എന്ന് പറയും. ഓ, നൈസ്. നല്ല ഭംഗി. സ്പൈഡർമാൻ മൂവിയിലൊക്കെ കാണുന്ന ഓക്കെ. ബ്രസീലിയൻ ടാറാന്റുല സ്പൈഡർ. കണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുൾ കാണാൻ. ഇതിന്റെ കളർ വരുമ്പോൾ ചാക്കോൾ ഗോൾഡൻ കിങ് ടാറാന്റുല. അതിനൊരു ഫോട്ടോ എടുക്കാട്ടെ, അത് വെച്ചിട്ടുള്ള ഫോട്ടോ. തൊട്ട് നോക്ക്, തൊട്ട് നോക്ക്. ധനുവിന് ആ കയ്യിൽ വെച്ചോ, അപ്പുറത്തെ കയ്യിലെടുത്തോ ഏട്ടാ. ആ കയ്യിലെടുത്തോ, ഏട്ടനെടുത്തോ. സ്പൈഡർമാൻ മൂവിയിലെ വാവ്, സ്പൈഡർ വുമൺ. നോക്കട്ടെ, കടിച്ച സ്പൈഡർമാൻ ആവുന്നത്. അടുത്ത ഐറ്റം. ഓയ്യോ, ഇത് അച്ഛനുള്ള ഐറ്റം. ഞാൻ ഇതാണ് അമ്മ പറഞ്ഞേ. ഇഗ്വാനല്ലേ? ഉടുമ്പാണ്. ഉടുമ്പാണ്. ഇവര് അർജന്റീനക്കാരാണ്. അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗുന്നു. ഓക്കേ. ഒരു പിടിച്ചു കഴിഞ്ഞാ അല്ല, നമ്മളെ പേള് കുറച്ച് കൂട്ടിയിട്ട് തൊടുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. നൈസ് നൈസ്. പേളുമാല തുടർന്ന ഫീൽ. കൊള്ളാം കേട്ടോ, നല്ല ഇഫക്റ്റ് ഒക്കെ. ധനു തൊടുന്നോ? യാമി തൊടുന്നോ? ധനു പറഞ്ഞ പോലെ ഇണങ്ങി കഴിഞ്ഞ ഡോഗിനെ പോലെ. ഓക്കെ. ഭയങ്കര നാക്കാണല്ലോ. നാക്ക് തങ്ങി. അമ്മേനെ കെട്ടി നാക്കുള്ള ഒരു ജീവി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇഗ്വാന. ഇഗ്വാന അമ്മ പറഞ്ഞില്ലേ ഷോൾഡറിൽ വെച്ച് തരാമെന്ന്. യാമിക്ക് ഇഷ്ടവാ. യാമി ടച്ച്. മെക്സിക്കൻ ഗ്രീൻ ഇഗ്വാനാന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന കാക്കയാണ്. മെക്സിക്കോയിൽ ഇവര് സത്യം പറഞ്ഞ ശല്യമാണ്. അവിടുത്തെ ഗവൺമെന്റിനെ ഹണ്ട് ചെയ്ത് ഹെർബിയോസാണ്. ഇവര് കൃഷി സ്ഥലങ്ങൾ മൊത്തം നശിപ്പിക്കും. ഈ പറഞ്ഞ പോലെ അവിടെ മത്തൻ, ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ഫാർമേഴ്സ് ചെയ്യുന്ന കൾച്ചർ മൊത്തം നശിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എക്സോട്ടിക് പെറ്റായിട്ട് വളർത്തുന്നു. നല്ല സൈസ് വയ്ക്കും. ശിവൻ ഇൻട്രോ പറഞ്ഞ് നാട്ടിക്ക് തന്നെ. എടാ, മെക്സിക്കോക്കാർക്ക് വേണ്ടെങ്കിൽ ഇന്ത്യക്ക് എനിക്ക് ഒരു വില നിലയൊക്കെ ഉണ്ട്, നീ അത് മനസ്സിലാക്കണം. കാണുന്ന ഒരു ടെറർ ഫീലിംഗ് ഉള്ള ആള് എന്ത് വേണം? ഇരിക്കുന്നു ബട്ടൺസ്. എന്റെ ശിവനെ, എന്നെ ഇവരുടെ നിന്ന് രസിക്കണേ. ഇതുപോലെയാണ്, ഒരു വെപ്പൺ പോലെയാണ് വെച്ച് അടി. എവിടെ പോണ്? പേടിക്കണ്ട. ആര് പേടിക്കണ്ടതാ? എന്നോട് തന്നെ പറഞ്ഞു. കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണ്. ഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോ ഓക്കെയാണ്. ഞാൻ മറ്റേനെ കൊടുത്തു. അതിനെ വെച്ച് നല്ല ഒരു പാമ്പിനെ കൂടെ കരുതി. സൈലന്റ് ആവുന്നില്ല. ഇവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസ് ചെയ്യാൻ പറ്റും കണ്ടു വെച്ച്. ഞാൻ ഹോൾഡ് ചെയ്തു. ഡോഗിനെ ഫ്രണ്ടൊക്കെ പാമ്പിന്റെ മുഖം അല്ലേ? പിടിച്ചോളൂ. ചരിഞ്ഞിങ്ങനെ കുഞ്ഞാവെ കിടത്തി നന്നു ഇതാര് നോക്ക്. പോക്കർത്തിനെ കാണിക്കരുത്. ഇനി ഞാനിങ്ങനെ അവിടെ കിടക്കും. കയ്യെ
ആ ഇങ്ങനെ പുല്ലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് നോക്കണം ജീവി. മീർക്കാറ്റ് ആളിച്ചിരി വൈൽഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തേ 20 മണിക്കൂർ ഉറക്കമാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഏട്ടനെ പോലെ ഏട്ടന്റെ അതേ ഒരു ഇതുള്ള സിംറ്റം ഉള്ള ഒരു ജീവിനെ കണ്ടു ഏട്ടാ. ഞാനൊന്ന് എടുത്തോട്ടെ അമ്മ. ഉറങ്ങുമല്ലേ? ഞാനൊന്ന് എടുത്തോട്ടെ അമ്മ. കൈ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണേ. ഓയ്യോടാ നല്ല ഹൈപ്പർ ആക്റ്റീവ് തറയിലൊക്കെ ആക്കി ഓടുന്നേക്ക് കാണാൻ നല്ല എഴിയടാ ഡേ. പക്ഷെ സൂക്ഷിച്ചോണം, കോഴി അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിക്കും. വേണോ? ധനുവിന് വേണോ? ഇട്ടുകൊടുക്കാം. എടുത്തോ ഏട്ടാ. പിടിച്ചോ വാവ പൂച്ച കുഞ്ഞു വാവേ. അനു ഫോട്ടോ എടുത്തോ. ധനു അങ്ങോട്ട് തിരിഞ്ഞേക്ക് ഫോട്ടോ എടുക്കാം. പിടിച്ചോ അമ്മ ആ സൈഡ് പിടിച്ചോണേ. അതിന്റെ തലയിലൂടെ പിടിച്ചോ. അങ്ങോട്ട് ഇങ്ങോട്ട് തിരികെ. എണീറ്റ് കണ്ണു തുറന്ന് പാവോടെ കണ്ണു തുറന്നു. എടുത്തോ. എന്താ വച്ചോ? കണ്ണു തുറന്നു. ഉറങ്ങിയോ? വാവേ അത് വേണ്ട. കളിക്കാൻ ആണോ? ഇക്കിളി വെക്കുന്നുണ്ടോ? നല്ല പെറ്റാണ്. ഉറക്കം പിന്നെ നല്ല സ്മെല്ല് നല്ല രീതിക്ക് പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു കോഴി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പൊ അത് അതിന്റെ കയ്യിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് സെൻസ് ചെയ്ത് പിടിക്കും. ഡോഗിനെക്കാളും ഭയങ്കര ബ്രില്യൻ്റ് ആണ് അവർ. ഫുഡ് നമ്മള് ഈ പറഞ്ഞ പോലെ ക്യാറ്റ് ഫുഡ് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലഷ് ആണ് കൊടുക്കുന്നത്. ഫ്ലഷ് ലൈവും കൊടുക്കും. ബ്രോയിലർ കോഴിയുടെ കുഞ്ഞുങ്ങളെ കൊടുക്കും. ഈ പറഞ്ഞ പോലെ അതിന്റെ ഇറച്ചി ബീഫ് ചിക്കൻ ഇവിടെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വരും. എടുത്തോ. കിടന്നു. അതെ നീ ഉറങ്ങും. അയ്യോടാ ഉറങ്ങി. എന്താണ് ഏട്ടാ കാണണോ? വാ ഗുഡ് മോർണിംഗ്. അതാ എണീറ്റ്. ധനുവിന് കാണണം പറഞ്ഞപ്പോഴത്തന്നെ എണീറ്റ്. മേടിച്ചേരേട്ടാ ധനുവിന്. തരുവോന്ന് ഏട്ടാ? തരുവോന്ന് അമ്മ? തരുവോന്ന് ഒരു ഇറച്ചി കഴിക്കും, വെജിറ്റബിൾസും കഴിക്കും. റൈനോ ഇഗ്വാന എന്ന് പറയും. അതായത് നമ്മൾ കാണ്ടാമൃഗത്തിന്റെ പോലെ മുള്ളു പോലെ ഉണ്ട് ഇവർക്ക് സ്പൈക്സ്. റൈനോ ഇഗ്വാന. ട്രൈനോ ഇഗ്വാന എന്താണ്? ടെറർ ലുക്ക് ആണെന്നുണ്ട്. റൈനോ ഇഗ്വാന ടൈം ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാത്തത്. ഇതെന്താ? പന്ത്. ഇതെന്താ? വേണ്ട. ഇതെന്താ സംഭവം? ഇതിന്റെ തല അവിടെ ഉണ്ട്. ഏറ്റവും സ്മാളസ്റ്റ് മുള്ളംപന്നിയാണ് ആഫ്രിക്കൻ പിഗ്മി ഹെഡ്ജോഗ് എന്ന് പറയും. തല അകത്ത്. ഇവന്മാര് മറ്റ് ആനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവന്മാര് പേടിച്ചിട്ട് ഈ പറഞ്ഞ ബോൾ പോലെ ആവും. എന്നിട്ട് ഇങ്ങനെ വിറപ്പിക്കും. എന്താ സോണി കയ്യിൽ ഹോൾഡ് ചെയ്യും. വെക്കുന്നോ? ഉണ്ടായിരിക്കും. ഇങ്ങനെ വിറയ്ക്കും.
ഇപ്പൊ പൊട്ടും മറ്റേ സിനിമയിലെ നടുപടി വേണം പറയണല്ലോ. അങ്ങനെയാണോ? എങ്ങനെ അടിഭാഗം നല്ല സോഫ്റ്റ് ആണ്, ഭാഗം മൊത്തം മുള്ളിങ്ങനെ വളരുമോ. ആഫ്രിക്കൻ പിഗ്മി ഹെഡ്ജോ എന്ന് പറയും. പിഗ്മി ഹെഡ്ജോ. അയ്യോ ബോള് പോലെ ഒരു ട്യൂഷനും. അങ്ങനെയാണ് മറ്റു ജീവിതങ്ങനെയാണ്. തല പുറത്തേക്ക് ഇട്ട് വരുമോ? ഓ ഇട്ടിട്ട് ഇങ്ങനെ ഓടും, നല്ല രസമാണ് കാണാൻ. അയ്യോടാ ക്യൂട്ട്. ഇത് ഏകദേശം പ്രൈസ് ഒക്കെ പേരിന് 5000 രൂപയ്ക്ക് നമുക്ക് വീട്ടിലുള്ള 5000 രൂപയ്ക്ക് വരുന്നു. ഇതാണ് പെണ്ണോ? ഇതാണ് മോനെ സാധനം, കയ്യിൽ ഉണ്ട പോലെ ഇരുന്നത്. അമേരിക്കൻ സിൽക്കി എന്ന് പറയും. അമേരിക്കൻ സിൽക്കി, സിൽക്ക് കോഴി. കണ്ടാ മൂവിയിൽ കാണുന്നൊരു ഡോഗ് ഉണ്ടല്ലോ, കാനെ ക്രോസ് എന്ന് പറയും. ഇറ്റാലിയൻ മാസ്റ്റിഫ്, അതാണ് അത് ഡെയിനാണ്. ഗ്രേറ്റ് ഡെയിൻ മാസം അതൊരു 8 മാസം. ഗ്രേറ്റ് ഡെയിനും ഇത് കാനി കോർസ്. റെസ്റ്റ് എടുക്കുകയാണ് ഇവര് ഇത്രയും നേരം. പിള്ളേരൊക്കെ വന്ന് കളിച്ചോണ്ടിരിക്കുന്നു. 2.5 കിലോ ചിക്കനും കഴിച്ചിട്ട് കളിക്കും. ഓ ചിക്കൻ കൊടുക്കും, ബീഫ് കൊടുക്കും. ഇതില് കേറുന്നോ? ഇതില് കയറി ഫോട്ടോ എടുത്തരാം. ഫോട്ടോ എടുക്കാം. അതിന് മേലെ ഇരുത്താച്ചാ, അതിന് മേലെ ഇരുത്തണം. ഇതായത് രാജാവാ. കേറിട്ട് ഇരുത്താം, പിള്ളേരെ ഇരുത്താം. പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വൈറ്റ് കുതിരകൾക്ക് നൊക്ര കുതിരകളെന്ന് പറയും. അതിലൊരു കേരളത്തിൽ ജനിച്ചൊരു ഫീമെയിൽ കുതിരയാണ്. 2 വയസ്സ് പ്രായമുള്ളൂ. എത്ര വയസ്സ്? 2 വയസ്സ്. 5 വയസ്സ് വരെ കുതിരകൾ വളരും. 2 വയസ്സ് കഴിഞ്ഞ് 3ാമത്തെ വയസ്സിലാണ് കുതിരകൾക്ക് റൈഡിങ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് കുതിരകളിൽ ഗിയർ ഉണ്ട്, നമ്മുടെ കാറിൽ ഗിയർ പോലെ കുതിരകളിൽ ഗിയർ ഉണ്ട്. കുതിര കമാൻഡാണ്. അപ്പൊ അത് പഠിപ്പിച്ച് കുതിരകളെ റൈഡിങ് ട്രെയിനിങ് പഠിപ്പിച്ചാൽ മാത്രമേ കുതിരകൾ മുകളിൽ കയറ്റും, അല്ലെങ്കിൽ ആളെ എടുത്ത് എറിയും. നമ്മളിവിടെ ട്രെയിനിങ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഇവന്റ് പ്രോഗ്രാംസ് ഉണ്ട്, സിനിമ ഷൂട്ടുണ്ട്, പിന്നെ ഈ കുതിരകളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസിങ് കോച്ച് ഉണ്ട്. ഈ പ്രോഗ്രാമിനൊക്കെ ഡാൻസിങ് സപ്പോർട്ട് അടിക്കും. അച്ചോടാ സുഖാണോ ചോദിക്കേ? ഓങ്കോൾ ബുൾ എന്ന് പറയും. ഈ ആന്ധ്രയിൽ ഓങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓങ്കോൾ ബുൾ എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ ഓരോ ഫെസ്റ്റിവൽ പോലെ അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാർ നടത്തുന്നത്. ഇവരെ വെയിറ്റ് കെട്ടി വലിപ്പിച്ച് ഓടിപ്പിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് അടിക്കുന്ന ബുള്ളിന് ആണ് പൈസ വരുന്നത്. ഓ, ഒരു 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സിൽ ഇത്രയും വളർച്ച. ലൈവ് വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു? എത്ര വയസ്സ്? 5 വയസ്സ്. 800 ലൈവ് വെയിറ്റ് 800. ഓ, ഡാൻസിങ് കുതിരയാണ്. കടമറ്റത്ത് കത്തനാര് ഗറിനകത്ത് 19ാം നൂറ്റാണ്ട് അതിനകത്തൊക്കെ അഭിനയിച്ച ആളാണ്. ഇതല്ലേ? ഹലോ. സൽമാൻ ഖാന്റെ കുതിരയുടെ കുട്ടി. പേരെന്താ ഇതിന്റെ? പോണോ? എന്റെ അടുത്ത് പോണോ? അച്ഛൻ വരട്ടെ, അച്ഛനും കൂടെ വന്നിട്ട് പോവാമേ. എല്ലാത്തിനും നല്ല ഫാനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റപ്പിലാണ്. VIP കേജിന്റെ വർക്ക് കിടക്കും. നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കും. ഇതിന്റെ 3 വെറൈറ്റി കോഡ്സുകളാണ്. ആ കാണുന്ന അങ്ങ് ഫസ്റ്റ് കാണുന്ന ആ വൈറ്റ് ചെറുത് കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ കോഡാണ്. അത് ഈ കനേഡിയൻ സ്ഥലങ്ങളിൽ മലകൾ ചടി കയറുമ്പോൾ ഇത് ബാർബാറി. കനേഡിയൻ ബാർബാറി. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വേറെ ആരോ ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ മട്ടൻ ബിരിയാണി കഴിക്കും. ഓ മട്ടൺ ബിരിയാണി കഴിക്കുന്ന മട്ടൻ ബിരിയാണി തന്നെ കഴിക്കൂ. ചായയോ? അമ്മ ഇവ മട്ടൻ ബിരിയാണി, ചായ, പെപ്സി, പരിപ്പോടെയൊക്കെ കഴിക്കുന്നു. ഇവിടെ ഉള്ള കൊടുത്ത് പഠിപ്പിച്ചത് അതൊക്കെ കഴിക്കാം. അനു അത് മട്ടൻ ബിരിയാണി കഴിക്കും. ഇത് നമ്മള് ഹെയർ ട്രിം ചെയ്തിട്ട് അത്യാവശ്യം ഗ്രോത്ത്. പെപ്സി ഷീപ്പാണ്. ഹെയർ നമ്മൾ അത്യാവശ്യം ട്രിം ചെയ്തിട്ട് പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട്. കാശ്മീരി ഷീപ്പ്. വേറെ പ്രത്യേകത ഓ പോയോ?
സ്റ്റൈല് കണ്ടോ? ആ ആ ഇതല്ല മുത്തേ അമ്മ അതിനെ തൊട്ടേ. ഇത്രയും നീളമുള്ളോ അല്ലേ? അതെ 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 അതെ. ആനയുടെ തുമ്പിക്കൈ പോലെ ഉണ്ടല്ലേ? അതെ. അയ്യോ ഇത് ആര് കിളീനെ വെക്കണ്ടേ? അതാ അതാ കിളി 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 കിളി. ആരിത്? ബ്ലൂ ആൻഡ് ഗോൾഡൻ മെക്കോ. ബേർഡ്സിന്റെ ട്രെയിനറാണ്. മെക്കാവോ? ബ്ലൂ ആൻഡ് ഗോൾഡൻ മെക്കാവോ? ഇതില് ഏതാണ് മക്കാവോ? തിരിച്ചറിയണില്ല. രണ്ടും ഒരേ മുഖമോ? നല്ല ഭംഗിയല്ലേ? രണ്ടുപേർക്കും ഒരേ ഫേസ് കട്ട്. മൈക്കടാ, മൈക്കിൽ പിടിച്ച് കടിച്ചാൽ നീ ഇടി വാങ്ങിക്കും. ഹായ് പറ. ഹായ്, വെൽക്കം ടു മൃദു വ്ളോഗ്സ്. അങ്ങനെ നൈസായിട്ട് എന്നെ വിറ്റ് കാശാക്കാൻ നോക്കണ്ട കേട്ടാ. ഏട്ടന്റെ മാല, ഏട്ടന്റെ മാല കടിച്ച്. മാല എവിടെ? ധനുമ കുറച്ചു നേരം പെറ്റ്സിനൊക്കെ കണ്ടപ്പോഴത്തേനും ആൾക്ക് മതിയായത്. റെസ്റ്റ് എടുക്കുകയാണ്. തേരിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഏതോ പഴയ ഉയരാന്നാ തോന്നണേ. അതെ അതെ അതെ, പഴയ ഏതോ രാജാവിന്റെ ആത്മാവാണ് കേറിയിരിക്കണത്. കണ്ടാ ഏട്ടന്റെ സ്വഭാവം അല്ലേ ഏട്ടാ? ആമസോൺ ഫോറസ്റ്റിൽ കണ്ടുപിട്ടുന്ന സ്ക്വിറൽ മങ്കി എന്ന് പറയും. ഇതൊക്കെ ഏകദേശം പ്രൈസ് റേഞ്ച് വരുമ്പോൾ 8 lakhs. കൂടുതൽ അവന്റെ കൈയായിരുന്നു. അതുകൊണ്ട് 8 ലക്ഷം രൂപയുടെ മുതലാണ് ഇരിക്കുന്നത്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. ആള് ടൈംഡ് ആണോ? ആള് ടൈംഡാണ്. ആരോടും പറയണ്ട. ഓ ഓക്കെ ഓക്കെ. ഈ മങ്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മാസ്റ്റേഴ്സ് ആണ്. ഒരാൾ എന്ത് വേണം എന്ത് വേണം തരൂല. എന്ത് വേണം? അമ്മ എടുക്കട്ടെ ധനുവിനെ. ഹലോ, കുഞ്ഞാണ് ഇത്. കാറ്റ്ലീന മെക്കാവുന്നു. ഓഹോ, കുഞ്ഞായിട്ട് തന്നെ ഇത്രയും സൈസ് അല്ലേ? കണ്ടോ, സൈസ് ഒന്നും കണ്ട ആരും പേടിക്കണ്ട. വേറെ 7 മാസേ പ്രായമുള്ളൂ. ആ ഓ നൈസ്. കൊള്ളാമോ ഫോട്ടോ? അവൾക്ക് ഉറക്കം വരുന്നത്. പോക്കറ്റ് മങ്കി അല്ലേ? ഇത് അച്ഛന്റെ കയ്യിൽ ഊരി കൊടുക്കാൻ പോ. അല്ല കുഞ്ഞാണ്. ഇവര് എത്രയൊക്കെ റേറ്റ് എങ്ങനെ വരിക? വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ഇതാണ് 5 കളർ. 5 കളർ. പഞ്ചവർണ്ണത്തൊത്ത. നിന്റെ പേരെന്താ? വെറും 10 ലക്ഷം രൂപ. അവര് നമുക്ക് പോലും കൈ തരില്ല കൊടുക്കാൻ. നിന്റെ പേരെന്താ? നമ്മളെ കൈ കടിച്ചാൽ പിന്നെ മർമോസെറ്റ് മങ്കി, പോക്കറ്റ് മങ്കി. ഇതെങ്ങനെയാ റേറ്റ് വരണേ? ഡിപ്പെൻസ് ആണ്. പേരൊക്കെ ചിലപ്പോൾ 5 അവള് കൈ നിൽക്കുക. അവിടെ കൊള്ള കൈ നിൽക്കുകയാണ്. നീ ബഹളം വെക്കല്ലേ? 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ. കണ്ട, മൊത്തം ലക്ഷങ്ങളുടെ വിലയുള്ള കൂടാണ് ഇത് കാണുന്നത്. ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈ പറഞ്ഞ മഴ ആ ചെളിയായിട്ടിരിക്കുന്നുണ്ട്. ഹലോ, വാവ്, എത്ര വെറൈറ്റി. കാർപ്പല്ലേ ഇത്? വലിയൊരു ബേർഡ് കേജ്. ഓക്കെ, അപ്പുറത്ത് ഒട്ടകം ഇരിപ്പുണ്ട്. ഇവിടെ ഓസ്ട്രിച്ച് ഉണ്ട്.
യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട പോപ്പുലർ ഫാം ഹൗസിൻ്റെ ടീം മെമ്പേഴ്സാണിത്. ഇവരെല്ലാവരും ഇവരുടെ കഥ കേട്ടപ്പോഴാണ് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം അറിയാൻ സാധിച്ചത്. കാര്യം ഇവരിതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഒരു കുറച്ച് കുതിരയെ വാങ്ങിച്ച് എന്താ പറയുക, റൈഡിങ് പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അതിൽ നിന്നാണ് പിന്നെ പെറ്റ്സിലേക്കും റെപ്റ്റൈൽസിലേക്കും എല്ലാത്തിലോട്ടും വന്ന് ഇതേപോലെ ഒരു ഫാം പോലെ സെറ്റാക്കി എടുത്തത്. 1 വർഷം ഏകദേശം എടുത്തു ഇതെല്ലാം ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം ഓപ്പൺ ആയിട്ട് ഒരു 2 months ആവുന്നുണ്ട് അല്ലേ? 2 months ടിക്കറ്റ് വെച്ച് ആൾക്കാരെ അലോഡ് ചെയ്തിട്ട് ഏകദേശം 2 months ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്താണ് നമ്മുടെ ഈ സംഭവം ഉള്ളത്. പോപ്പുലർ ഫാം ഹൗസ്, പള്ളിച്ചലാണ് സ്ഥലം. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പള്ളിച്ചൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ തൊട്ടടുത്താണ്. തിരുവനന്തപുരത്തുള്ളവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വരിക. കാര്യം ഒരു ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് നമ്മൾ കയറുന്ന ടൈമിലുള്ള ഒരു മൈൻഡ് ആയിരിക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം. മനസ്സ് ഫുൾ നിറഞ്ഞിട്ടായിരിക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ സാധാരണ ഇപ്പൊ സൂവിലൊക്കെ പോകുമ്പോൾ നമുക്ക് പുറമേ നിന്ന് കണ്ട് അത് കാഴ്ചയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ലൈവായിട്ട് തൊട്ട്, അത് ഏത് ജീവികളെ ആണെങ്കിലും ശരി, നമുക്ക് ലൈവായിട്ട് തൊട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വരെ ഇപ്പൊ മീനിന് വരെ നമ്മളത് അല്ലേ, മീനിനെ വരെ തൊട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഈ എന്താണ് ബേർഡ്സിന് ആ ഒരു കേജിനകത്ത് കയറുന്ന സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് മസ്റ്റായിട്ട്. ഒരിടത്തും എനിക്ക് തോന്നുന്നു കേരളത്തില് ഒരിടത്തും ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഉടനെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ ഒരു മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പോപ്പുലർ ഫാം ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത്? എല്ലാരും വരണം, എല്ലാരും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്ത് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ എല്ലാരും. ഇനിയും കുറെ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരും. അതാണ്, അതിനെ കുറിച്ച് പറഞ്ഞില്ല. വെറൈറ്റീസ് കൊണ്ടുവരും. അതെ, കുറെ വെറൈറ്റീസ് വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ എന്തോ വലിയ കുതിര വരുന്നുണ്ട്. പിന്നെ നല്ല ടൈംഡ് ആയിട്ടുള്ള ഒരു കുരങ്ങൻ വരുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ഓൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഫ്രീ ടൈം കിട്ടുന്നോ അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. എന്തായാലും ഞങ്ങൾക്കിതൊരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതുവരെ ലൈഫിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളും എൻജോയ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സോ ഇതോടുകൂടെ നമ്മളുടെ ഒരു കുഞ്ഞി വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ മൃദുല വ്ളോഗ്സ്. ലവ് യു സോ മച്ച്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.